അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കാണാനിടയായി. നമുക്കിത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ സങ്കടം നമുക്ക് തോന്നുന്നുണ്ടല്ലേ. ഒരു മരണ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഭാഗത്ത് ജമീൽ, അസ്ലമി എന്ന് പറയുന്ന 21 വയസ്സുള്ള രണ്ട് യുവാക്കൾ, രണ്ട് കുട്ടികൾ. എൻ്റെ പ്രിയമുള്ളവർ, ആ പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാം, കളിയും ചിരിയും തമാശയും അനുസരണയ്ക്ക് എല്ലാമുള്ള ഒരു സമയമാണത്. പറഞ്ഞാൽ അനുസരിക്കാതെ അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ മനസ്സിലാക്കണം, നമ്മുടെ വാപ്പയോടും ഉമ്മയോടുള്ള അനുസരണയൊക്കെ അവർ വേണ്ടാന്ന് പറയുന്നിടത്തേക്ക് പോകാതിരിക്കുന്നതും അതുപോലെ തന്നെ അവരോടുള്ള അനുസരണയൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ഏത് സമയത്താണ് മരണം നമ്മെ തേടിയെത്തുന്നത് എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. അതുകൊണ്ട് ജീവിതം മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ മരണം എന്നുള്ളൊരു സത്യം എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് വരും എന്നുള്ള ഒരു ധാരണയോടുകൂടെ വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ. അത് കുട്ടികളുടേത് മാത്രമല്ല, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം അങ്ങനെയാകണം അല്ലേ. എൻ്റെ പ്രിയമുള്ളവർ, അസ്ലമി എന്ന് പറയുന്ന ഈ പൊന്നുമോന് ജമീലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത്രേ. അസ്ലമി എന്ത് ചെയ്തു? ഈ ജമീലിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ ഉറ്റ സുഹൃത്താണ്, ഒരു ചെറുപ്പം മുതൽക്കേ ഒപ്പം കളിച്ച് വളർന്ന് പഠിച്ച, ഒരുപോലെ കളിച്ച് വളർന്ന ഉറ്റ ചങ്ങാതിമാർ. ഇതിൽ ജമീലിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ വന്ന കുട്ടികൾക്കൊക്കെ ഉള്ള, ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കൽ അല്ലേ. ഇതൊക്കെ ഇന്ന് ഈ ബർത്ത്ഡേ അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടെന്ന് എല്ലാവരും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ബൈക്കുമ്പോൾ ചിലപ്പോൾ 3-4 ആളുകൾ കുത്തിക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ, നമ്മുടെ പിഞ്ചു മക്കൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ, നമ്മളെ ഇങ്ങനെ ഒരു പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഹൃദയം പൊട്ടാറുണ്ട്. പടച്ചറബ്ബേ, എന്താണ് ഈ മക്കൾ ഇങ്ങനെ. ജമീൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ഈ സഹോദരൻ്റെ ബർത്ത്ഡേ ആഘോഷം അന്നത്തെ രാത്രി ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ബർത്ത്ഡേ. അത് കഴിഞ്ഞിട്ട് ഒരു റീൽസ് എടുക്കണം. അന്നത്തെ രാത്രി അസ്ലമ അവൻ്റെ കൂടെ കിടക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും പിറ്റേ ദിവസം റീൽസ് എടുക്കാൻ വേണ്ടി അവർ പുറത്തു പോകാൻ ആലപ്പുഴ ഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ബുധനാഴ്ച MC റോഡിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. വാഹനം ഓടിച്ചിരുന്ന അസ്ലമാണത്രേ. ആ പൊന്നുമോൻ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്തോടു കൂടെ ജമീലും അവിടുന്ന് മരണപ്പെടുകയാണ്. ഒപ്പം കളിച്ച്, ഒപ്പം ചിരിച്ച്, ഒപ്പം സന്തോഷിച്ച ഈ പ്രിയപ്പെട്ട 2 മക്കൾ ആ ലോകത്തോട് വിട പറയാണ്. നമ്മുടെ ലോകത്തോട്, ആ സമൂഹത്തിൽ നിന്ന് വിട പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവസ്ഥ. ഈ വേദന എങ്ങനെയാണ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നത്, കൂട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നത് അല്ലേ. അവരൊപ്പം ചിരിച്ചു വളർന്നു, ഒപ്പം അവർ ലോകത്തോട് വിട പറയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ, നമ്മുടെ ചെറുപ്പക്കാരായ മക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് റീൽസുകൾ എടുത്തിട്ട് അതിങ്ങനെ പല ഹീറോയിസും കാണിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എടുത്തിട്ടൊക്കെ അവർക്ക് നല്ല ഒരു ആളുകൾ പറയണം, അവിടെ കൂട്ടുകാർ അവരെ പുകഴ്ത്തി പറയണം, അത് ഭയങ്കര റീച്ചിലേക്ക് എത്തിപ്പെടണം. ഇങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ്. അവർക്ക് നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, എന്നിട്ട് അതിങ്ങനെ ഇറങ്ങുന്നത്, അവർ കയറുന്നത്, ഇതൊരു അങ്ങനത്തെ ഒരു ഹരമായിട്ട് നമ്മുടെ മക്കളിലേക്ക് മാറപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മക്കളുടെ ചിന്തകൾ വലിയ വലിയ രൂപങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ പ്രിയപ്പെട്ട മക്കളുടെ ഈ മരണ വാർത്ത അറിയുമ്പോൾ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ താലോലിച്ച് നമ്മൾ സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ മക്കൾ, അവിടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 18 മുതലുള്ള ആ ഒരു ഏജ് എന്ന് പറയുന്നത് അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനും, അതുപോലെ തന്നെ അവർ ഏതിലൂടെ പോകാൻ, എങ്ങനെയൊക്കെയാണോ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ചെറുപ്പം മുതൽക്കേ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരു തർബീയത്തുണ്ടല്ലോ, ഒരു സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശത്തിലൂടെയാകണം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സഞ്ചാരം. അല്ല എങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് സംഭവിക്കും. അത് നമ്മൾ അവസാനം അതൊക്കെ നമ്മുടെ തലയിലേക്ക് എത്തി നമ്മൾ വലിയ പ്രയാസപ്പെട്ട് നമ്മൾ വേദന അനുഭവിക്കുമ്പോഴാണ് പിന്നീട് നമുക്കതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ നന്മയുടെ പക്ഷത്ത് നമ്മുടെ മക്കളെ നിർത്താനും പഠിക്കണം, നന്മ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ കൈവിട്ടുള്ള, അതിരുവിട്ടുള്ള പോക്ക് കാര്യങ്ങളിലൊക്കെ നമ്മളൊരു ജാഗ്രത പുലർത്തണം. ഇത് പറഞ്ഞു വന്നത് അസ്ലമിൻ്റെയും ജമീലിൻ്റെയും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നല്ല. അവർ എല്ലാ കാര്യത്തിനും
പഠിക്കാനും എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുള്ള നല്ല മക്കളാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് വളരെ വിഷമത്തോടു കൂടെ പറയണം, ഉസ്താദേ എൻ്റെ മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അവൻ്റെ കാലിൽ ഞാൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ അടിച്ചിട്ട് അവനെ തളർത്തിയിട്ടാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോവുകയാണ്. കാരണം വാപ്പയും ഉമ്മയും പറയുന്നത് വരെ കേൾക്കാൻ ആ മകന് സമയമല്ല. അവനക്ക് വേണ്ടത് അവൻ്റെ കൂട്ടുകാരാണ്, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒപ്പം നിൽക്കുന്ന ആളുകളെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് ഓരോ മക്കളും അങ്ങനെ നടക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു വിഷയം ഓരോ മക്കളൊന്ന് മനസ്സിലാക്കണം. മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് പിന്നെ ഇരു ലോകത്തും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ കഴിഞ്ഞു പോകും. വരാനിരിക്കുന്ന ഒരു ലോകം നമുക്കുണ്ടല്ലോ, വരാനിരിക്കുന്നൊരു സമയം നമുക്കുണ്ടല്ലോ. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് കൊണ്ടുവന്ന് നമ്മളവിടെ പരാജയപ്പെടുത്തും. പിന്നെ നമുക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും ചിന്തിക്കാനില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ. മരിച്ചുപോയ 2 മക്കൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.